ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഒരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, 3 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ലേശം നാരങ്ങ നീര് കൂടി ചേർത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇതിനെ ഇട്ടിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 5 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഒരു 90% ബീഫ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ബീഫിനെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇത് ഒന്നും കരിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇതിനെ വഴറ്റി കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇതിൻ്റെ ചാറൊക്കെ വറ്റിയെന്ന് മനസ്സിലാവുന്നൊരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ചെറിയ സബോള ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമുക്ക് എരിവ് ഇനിയും വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതിന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് വാടി ഇത് നന്നായിട്ട് പെരണ്ടൊക്കെ വരുന്നൊരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3-4 അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.